എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു കറിയാണ്. എഗ് റോസ്റ്റ് എന്നോ എഗ് മസാല എന്നൊക്കെ നമുക്ക് പറയാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവുന്ന സവാള, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ കിച്ചണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകും. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടൊരു മുട്ടക്കറി അല്ലെങ്കിൽ ഒരു റോസ്റ്റ് പോലെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. മുട്ട നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. നികക്ക വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു 6 ചെറിയ ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, അത് വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 3-4 പച്ചമുളക്, അല്ലെങ്കിൽ ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തേക്കണേ. പച്ചമുളകാണെങ്കിൽ 1-2 എടുത്താൽ മതിയാവും. ആവശ്യമായ ചേരുവകളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അതിന് പകരം ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ ഉണ്ടായതാണ്, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി, ഒരു തക്കാളി, വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം, നോക്കാം. സ്റ്റൗ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏത് ഓയിലായാലും മതി, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ സവാള. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇതിപ്പോൾ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമാകണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും. നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാല പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി, ഓടി ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണം ഒന്ന് പോയി കിട്ടണം. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്ത് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു വലിയ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ചെറു ചൂടുവെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലെടുത്തത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാവുന്നതേ ഉള്ളൂ. മുട്ട ഞാൻ പുഴുങ്ങി അതിൻ്റെ പുറത്തെ തോടൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു എണ്ണ തെളിയണ ഒരു പരുവായിട്ട് എടുക്കണം. ഒന്ന് കുറുകി വരണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളം ഒഴിച്ച് നിന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പൂരിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. Thank you so much.